നിങ്ങളുടെ കുട്ടി അമിതമായ ദേഷ്യം കാണിക്കാറുണ്ടോ? അമിതമായ വാശി കാണിക്കാറുണ്ടോ? പഠനത്തിൽ പിറകിലാണോ? ഹായ്, മൈ നെയിം ഈസ് രഞ്ജു രഘുനാഥൻ. ഐ എം എ കൺസൾട്ടന്റ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ, ഓച്ചിറ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുട്ടികളിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളാണ്. സോ എന്താണ് പെരുമാറ്റ പ്രശ്നങ്ങൾ? സാധാരണയായി കുട്ടികളിൽ വളർച്ചാ പ്രശ്നങ്ങൾ കൊണ്ടും ഡെവലപ്മെന്റ് ഡിലേ കൊണ്ടും പെരുമാറ്റ പ്രശ്നങ്ങൾ കാണാവുന്നതാണ്. പൊതുവെ കാണപ്പെടുന്ന കുട്ടി കൂടുതലായിട്ട് അമിതമായി വാശി കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ മോശമായി പെരുമാറുക, ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ, ഇതുപോലെ ഒരുപാട് ബിഹേവിയർ കുട്ടികൾ കാണിക്കാറുണ്ട്. സോ നമുക്ക് പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് എപ്പോഴും സംശയമുണ്ട്, ഈ പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക തെറാപ്പികളാണ്, അതായത് സൈക്കോളജിക്കൽ ബേസ്ഡ് തെറാപ്പീസാണ്. അതിൽ പൊതുവായിട്ടുള്ളത് ബിഹേവിയർ തെറാപ്പിയാണ്. അതായത് കുട്ടികളുടെ പ്രോബ്ലം ബിഹേവിയർ, അതായത് പെരുമാറ്റ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി തെറാപ്യൂട്ടിക് രീതിയിൽ നമുക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. പക്ഷേ അത് ഓരോ കുട്ടിയുടെ അവസ്ഥ അനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് കുട്ടികളുടെ സ്കിൽ ബിഹേവിയർ, അതായത് കുട്ടികൾക്കുള്ള സ്കിൽസ് ഉണ്ടാകും. കുട്ടികൾക്ക് ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് ഒരു 7 വയസ്സിൻ്റെ സ്കിൽ ബിഹേവിയർ ചിലപ്പോൾ കാണും, ചിലപ്പോൾ അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. സോ ഒന്നാമതായി തന്നെ സ്കിൽ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ബിഹേവിയർ കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലം ബിഹേവിയർ, സാധാരണ കുട്ടികൾ പലതരത്തിലുള്ള പ്രോബ്ലം ബിഹേവിയർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഫസ്റ്റ് നമ്മൾ എന്താണ് കുട്ടിയുടെ പ്രോബ്ലം ബിഹേവിയറിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കുക. പൊതുവായിട്ട് 5 തരത്തിലുള്ള പ്രോബ്ലം ബിഹേവിയർ ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് എസ്കേപ്പ് ആണ്. അതായത് കുട്ടി ഒരു പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ എസ്കേപ്പ് എന്ന് പറയുക. രണ്ടാമതെന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിങ്, മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുട്ടി എന്ത് ചെയ്യും, ഇങ്ങനെ വാശി കാണിക്കും, നിലത്ത് കിടന്ന് ഉരുളും, അങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ട്. മൂന്നാമെന്ന് പറയുന്നത് ടാഞ്ചിബിൾ റിവാർഡ്, കുട്ടിക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടി, അതായത് നമ്മൾ സാധാരണ കാണിക്കുന്ന കുട്ടി കരയുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുക, അതൊരു ടാഞ്ചിബിൾ റിവാർഡാണ്. സോ കുട്ടി എന്ത് ചെയ്യും, ഒരു വസ്തു കിട്ടാൻ വേണ്ടി കുട്ടി കാണിക്കും. മൂന്നാമത് സ്കിൽ ഡെഫിസിറ്റ്സ്, അതായത് പ്രായത്തിന് അനുസൃതമല്ലാത്ത സ്കിൽ ഡെഫിസിറ്റ്സ്, അത്രയ്ക്കുള്ള വളർച്ചാ പ്രശ്നങ്ങൾ വരുമ്പോൾ കാണാവുന്നതാണ്. പിന്നെയുള്ളത് സെൻസറി ഡെഫിസിറ്റ്സ്, അതായത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു സെൻസറി ഇഷ്യൂസ്, ഒരു ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വൽ, ടാക്ടൈൽ, അങ്ങനെയുള്ള സെൻസറിയിലുള്ള വ്യത്യാസങ്ങൾ. ചില കുട്ടികൾ സൗണ്ട് കേൾക്കുമ്പോൾ ചെവി കൊത്തുക, കുട്ടികൾക്ക് ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ ആടാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ഫങ്ഷൻ കൊണ്ടാണ് കുട്ടികൾ ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുക. സോ നമുക്കതിനകത്ത് വേണ്ടത് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിഹേവിയർ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. സോ നിങ്ങളുടെ കുട്ടി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് RCA ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ആൻഡ് റീഹാബ് സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സിനായി പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ ഈ പേജ് ഫോളോ ചെയ്യുക.